മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നുള്ളത് ഇങ്ങനെ ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ അതിനനുസരിച്ച് ഇതാക്കാം. അങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ ട്രെൻഡ് കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങാൻ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4:30 വിളിക്കും. എന്നിട്ട് പിന്നെ കളിഞ്ഞ അതാക്കി കേട്ടോ ആവത്തില്ലേ സത്യം കേട്ടോ. ചിക്കൻ വന്നാലും ചിക്കൻ എന്നിട്ട് അപ്പം എന്താ വെച്ചാൽ പക്ഷേ ഞാനൊരു എന്താണ് ഞാൻ 4:30 എണീക്കും. എന്നും തയ്ച്ചു നിസ്കരിക്കും. തയ്ച്ചു കുറേ കാലം നിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സുബയൊക്കെ നിസ്കരിച്ച് പിന്നെ ഞാൻ കിടക്കില്ല. പിന്നെ കിടക്കാതെ ഞാൻ എന്നാണ് എല്ലാ പണിയും എടുക്കല്. രാവിലത്തെ എല്ലാ പണി രാവിലെ അടിച്ചാലും പിന്നെ ഇപ്പോൾ പാൽച്ചായ നിർബന്ധം. അതുകൊണ്ട് ഇന്ന് പാൽച്ചായ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ രാവിലെ വെള്ളപ്പം വേണമെങ്കിൽ വെള്ളപ്പം, ദോശ വേണമെങ്കിൽ ദോശ, പുട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ്. ഇമ്മാണെങ്കിൽ ഒരു പണി എടുക്കില്ല. അങ്ങനെ ഇപ്പോൾ ഫുള്ള് റെസ്റ്റ് തന്നെ. കറി വെക്കണമെങ്കിലൊക്കെ ഞാൻ തന്നെ വേണം. ഞാൻ ഉണ്ടാക്കാത്ത ദിവസം ചായ അടിക്കില്ല തന്നെ പറയാം. അതാണ് എൻ്റെ ഒരു സത്യം. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കിയാൽ എല്ലാവരും കുടിക്കുള്ളൂ. എന്ന് ദോശ, വെള്ളപ്പം, പുട്ട്, ഇഡ്ഡലി, പിന്നെ മറ്റെന്തെങ്കിലും കണ്ണൂരപ്പം അങ്ങനെ വെറൈറ്റി സാധനമാണ് ഞാൻ ഉണ്ടാക്കല്. വെള്ളപ്പത്തിന്റെ വപ്പൊന്നും നന്നാവില്ലാതെ ഉള്ളൂ. വെള്ളപ്പം അറിയാൻ ഞാൻ ഉണ്ടാക്കുന്ന വൃത്തിയൊന്നും വെള്ളപ്പത്തിന് വെള്ളപ്പാവില്ല, സൂപ്പറായിരിക്കും. പിന്നെ ആ പണി കഴിഞ്ഞാൽ ആർക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 പോത്തുണ്ടെങ്കിൽ ഇപ്പം എന്നാ വിറ്റത് ആ പോത്തിന് അവിടെയുള്ള ചാണകമൊക്കെ വരിക. പിന്നെ എന്താണ് പിന്നെ അതിനുശേഷം ഓരോ ആല വൃത്തിയാക്കുക, കുളിപ്പിക്കുക, ഓരോ മൊത്തം മേത്തൊക്കെ തേച്ച് ഞാൻ തന്നെ കുളിപ്പിക്കുക. പിന്നെ ഓർക്കുള്ള കഞ്ഞി ഉണ്ടാക്കണം. വലിയ ഡബറയിൽ മൊത്തം ഞാൻ തന്നെ ഒറ്റ കാര്യം അങ്ങനെ സഹായിക്കാനൊന്നും വരില്ല. അപ്പോഴും ഇവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ പണി വയ്ക്കും. ഒരുപാട് പണിയും പിന്നെ അങ്ങനെ വെറുതെ ഇപ്പോൾ വൈഫൈ വെച്ചോണ്ട് ഇങ്ങനെ റീൽസ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് തോണ്ടി കുത്തില്ല ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണി പിന്നെ ചോറിനായിട്ടുണ്ടല്ലോ. ചോറിനായിട്ട് ചോറ് വെച്ച് പിന്നെ എല്ലാവരും തിരുമ്പ് പണ്ട് മുതലേ ഞാൻ കല്ലുമല തിരുമ്പല്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് വാഷിംഗ് മെഷീനിൽ തിരുമ്പി ഇഷ്ടം. ഡ്രസ്സൊക്കെ കിടക്കുമല്ലോ കല്ലുമലല്ലോ ഒക്കെ ആ കല്ലുമല തന്നെ തിരുമ്പല. രണ്ടാമത്തെ കൈ പൊച്ചിൽ വരും. മൂന്നാമത്തെ സോപ്പ് തേക്കാതെ തിരുമ്പുക. എന്നാലും കല്ലുമലൊക്കെ തിരുമ്പുക. പിന്നെ എന്തെങ്കിലും ഒക്കെ തിരുമ്പി പിന്നെ ചോറ് വെച്ച് കറി വെച്ച് പച്ചക്കറി വെക്കും, മീൻ കറി വെക്കല്. ഞാൻ മീനൊക്കെ നല്ല ഞാൻ മുറിക്കും. മറ്റുമെല്ലാം ഞാൻ കറിയൊക്കെ നല്ല പഠിച്ച് പിന്നെ ഒക്കെ വെച്ച് പിന്നെ കറി പച്ചക്കറി മീൻ കറി മാത്രം വെക്കല്. ഞാൻ പേര് വെക്കുക എല്ലാം ചമ്മന്തി ഉണ്ടാക്കും. എല്ലാം ചെയ്യൂലേ ഒക്കെ ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ എന്താക്കി എന്തൊക്കെ ചെയ്ത് ഞാൻ ഇന്ന് യമനി മന്തി ഉണ്ടാക്കി. മയോണൈസ് അതിനുള്ള ചട്നി എല്ലാം ഉണ്ടാക്കിയില്ല. മൊത്തം ഞാൻ തന്നെ ചെയ്യാൻ സത്യം ഞാൻ തന്നെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈകുന്നേരം ഞാൻ ഉറങ്ങുന്നില്ല. വൈകുന്നേരം തീരെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉറങ്ങലേ ഇല്ല. പിന്നെ പൂച്ചച്ചനാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങാതെ ഞാനിതൊക്കെ ഓരോന്ന് ഉണ്ടാക്കും. പിന്നെ എന്തൊക്കെ വൈകുന്നേരത്തെ ചായക്ക് കടി ഉള്ളിവട, പരിപ്പ് വട, കുക്കറപ്പം എല്ലാം ഞാൻ തന്നെ എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കണം. അപ്പോഴും ഉമ്മ ഉണ്ടാക്കും. റീലൊക്കെ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോന്ന് കണ്ട് ഇങ്ങനെ ഇഷ്ടം ചെയ്യാം. ഒന്നും ചെയ്യലില്ല. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് മൊത്തം പണി മൊത്തം എടുക്കല്. കാണിൻ്റെ ഒരു ടൈം ലൈഫ്. പിന്നെ രാത്രിത്തേക്ക് ചോറ് വേണം ഞാൻ പിന്നെ വെക്കും. എല്ലാം പിന്നെ വെക്കും. അത്ര ഇന്നത്തോടെ ചെയ്യൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മോളെ കിട്ടിയെങ്കിൽ എന്താ പറയാ അഭിമാനം തോന്നുന്നു. സത്യസന്ധമായിട്ട് മനസ്സിലാവും. നല്ല സന്തോഷമുണ്ട്. ഇരുപത്തി വയസ്സായി സത്യം പറയാനല്ലോ. കലാകാലം ഓടുന്നില്ല. ഉള്ളതിപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ണ ആൾക്കാരുടെ അത്രയും നല്ലൊരു മോളെ കിട്ടി. കാലാകാലം ഓടുന്നില്ല. ഓൾ പഠിച്ച സമയത്ത് പഠിക്കാൻ തന്നെ വിടില്ല. ഇപ്പം എനിക്ക് ഒരു 1.5 മാസമായിട്ട് പിന്നെ പഠിക്കാൻ അസുഖം വന്നപ്പോൾ പിന്നെ അസുഖം വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണവും കുഴപ്പമൊക്കെ ആയപ്പോൾ ഓളാണ് ചെയ്യൽ. അടിക്കലും മാരതും തിരുമ്പലും വെള്ളം കുലൊക്കെ ചെയ്യും. നല്ലോണം പുറപ്പെട്ട് മുടി കടുപ്പിലൊക്കെ ചെയ്യൽ. എല്ലാവരും പറയും മോളെ പണി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ കൈ ഇങ്ങനെ കറുത്ത് പോകും. അതുകൊണ്ട് കൈമ ചളിയാവും ചേറാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിൻ്റെ മോളെ പഠിപ്പിക്കുന്നത് സത്യം അറിയില്ല. ഇപ്പോൾ ഈ ഒരു മാസം തന്നെ അതിൻ്റെ മോളെ അടിക്കലും തിരുമ്പലും ചോറും കറി ഉണ്ടാക്കലും സത്യം ഞാനാണ് ഇവിടെ എല്ലാം ചെയ്യല്. എല്ലാവരും പറയും ഫുഡ് കഴിച്ചിട്ട് വാ അടിപൊളി. ഫുഡ് എനിക്ക് എത്ര ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട്. ശരി, ഇന്നത്തെ വീഡിയോ